ഏതാണ്ട് ഒരൊറ്റ വർഷത്തെ ഗ്യാപ്പിൽ ഇറങ്ങിയ 2 മോഹൻലാൽ പോലീസ് ചിത്രങ്ങളാണ് ശ്രദ്ധയും ഒളിമ്പ്യൻ അന്തോണി യാദവും. ഈ 2 സിനിമകളും ചെറുപ്പത്തിലെ ഒരു കോർ മെമ്മറിയാണെങ്കിലും അന്നും പിൽക്കാലത്തും തോന്നിയൊരു കാര്യമുണ്ട്. അതായത് ശ്രദ്ധ എന്ന സിനിമ കാര്യമൊരു പോലീസ് സ്റ്റോറി ആണെങ്കിലും അതിലൊരു 50% ഇൻവെസ്റ്റിഗേഷനും മറ്റൊരു 50% ഫാമിലി എലമെന്റ്സുമാണ്. സോ ഒരു ഇൻവെസ്റ്റിഗേഷൻ ചിത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നായകന്റെ ഭാര്യ നായകനും മറ്റൊരു പെൺകുട്ടിയുമായുള്ള അടുപ്പത്തിന്റെ പേരിൽ കലഹിക്കുന്നത്, അതോടൊപ്പം തന്നെ കല്യാണം കഴിഞ്ഞതാണെന്ന് അറിഞ്ഞിട്ടും നായകന്റെ പുറകിൽ നടക്കുന്ന അഭിരാമിയുടെ കഥാപാത്രം, ഇതൊക്കെ യഥാർത്ഥത്തിൽ ആ സിനിമയുടെ ഫ്ലോയെ നശിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പറഞ്ഞ കുറവുകൾ ഒന്നും കാണിക്കാത്ത ഒരു സിനിമയായിരുന്നു ഒളിമ്പ്യൻ അന്തോണി യാദവ്. കാര്യം പറയുമ്പോൾ ആ സിനിമയിലും ഉണ്ട് കുറച്ച് ഫാമിലി എലമെന്റ്സ്. നായകനും നായകന്റെ അമ്മയും തമ്മിലുള്ള റിലേഷൻ, നായികയും അവരുടെ ടോക്സിക് ഹസ്ബൻഡുമായുള്ള ബന്ധം, ഇതിനേക്കാളൊക്കെ ഉപരി വില്ലന്റെ തന്നെ സ്വന്തം കുട്ടിയുമായുള്ള ബന്ധം. എന്നാൽ ഇതൊക്കെ ചേരേണ്ട അളവിൽ ചേർത്താൽ നമുക്ക് ഒരു തരത്തിലും സിനിമയുടെ മൊത്തം ഒഴുക്കിനെ അത് ബാധിക്കില്ല എന്ന് ഈ സിനിമ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ചെറുപ്പത്തിൽ വില്ലൻ ആ വിഷവാതകം ഒരു ടണലിനടിയിലൂടെ ചെന്ന് ഒരു പൈപ്പിലൂടെ കടത്തിവിടുന്ന സീനൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ഹൈടെക് നായകന്മാരെ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്, എന്നാൽ ഈ സിനിമയിൽ വില്ലനായിരുന്നു ഹൈടെക്. എനിവേസ്, ഈ 2 സിനിമകളും എടുത്താൽ ഞാൻ പറയും ഒളിമ്പ്യൻ അന്തോണി യാദവാണ് കൂടുതൽ എന്റർടൈനിങ്.